നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹലോ, ഫോൺ കട്ടായി. അയ്യോ, ചാർജ് തീർന്നു. ഇതെന്താ കേറാത്തെ? രൂപേഷേട്ടാ ഇങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നത്? കിടന്നുറങ്ങിക്കൂടെ? ഞാൻ ഉറങ്ങിയ പിന്നെ നിനക്കാരും കൂട്ടിരിക്കും. എന്തിനാ കൂട്ടിരിക്കുന്നേ? ഞാൻ ഈ മുറിയിലല്ലേ ഇരുന്ന് പഠിക്കുന്നേ. എനിക്ക് കൂട്ടിരിക്കേണ്ട ഒരു കാര്യവുമില്ല. രൂപേഷേട്ടൻ സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോ. എനിക്ക് അങ്ങനെ ഉറക്കമൊന്നും വരുന്നില്ല. ദർശനെ പഠിച്ചോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. അയ്യോ ദർശന, എന്തു പറ്റി? വയറ് വേദനിക്കുന്നു രൂപേഷേട്ടാ. അയ്യോ ഇത് വെച്ചോ. താൻ അങ്ങോട്ടിരിക്കും, ഞാൻ പിടിച്ചുതരാം. ഇപ്പൊ എങ്ങനെയുണ്ട് ദർശന? മാറുന്നില്ല. ഈ സ്വാതി എവിടെ പോയി? അയ്യോ, ഇതാരാ ഇവിടെ വെള്ളം കൊണ്ടുവച്ചേ? ആരെങ്കിലും ചവിട്ടിയ നടു ഇടിച്ച് വീഴും. ആ സ്വാതി ആയിരിക്കും. ശ്രദ്ധിക്കണ്ടേ? ദേ, ഈ സ്റ്റെപ്പിൽ നിന്ന് വീണാ നടുവൊടിഞ്ഞു പോകും. വീഴാതെ പിടിച്ചല്ലോ, അത് മതി. ഹായ്. ഈശ്വര, കളി കാര്യമായി. ശ്രേയ തെറ്റിദ്ധരിച്ച് കാണും. നാണമില്ലാത്തവൻ അവളെ കയറി പിടിക്കാൻ പോയിരിക്കുന്നു. ഇപ്പൊ ലോക്കെ ആയില്ലേ? നിനക്ക് സമാധാനമായല്ലോ? അതെ, ആ വെള്ളത്തിൽ ചവിട്ടല്ലേ. ഞാൻ പോയി തുടയ്ക്കാനുള്ള മോപ്പ് എടുത്തിട്ട് വരാം. ഓ ശരി, പൊക്കോ.
ഈശ്വര, ശ്രേയ ഞാൻ ഇനി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? വീണ ഞാൻ പിടിച്ച് അവളെ കണ്ടു കാണും. ഓ, അവൾക്ക് വീഴാൻ കണ്ട സമയം. നീ എന്തിനാടാ ഇവിടെ കിടന്ന് കറങ്ങി തിരിക്കുന്നത്? എന്റെ മോളുടെ പിന്നാലെ നടന്നാലുണ്ടല്ലോ നിന്നെ ഞാൻ കൊന്നളയും. നേരത്തെ നിന്നോട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇനി വാണിങ്ങില്ല, മനസ്സിലായോടാ? സത്യം പറടാ, എന്തിനാടാ നീ എന്റെ മോളുടെ മുറിക്ക് മുന്നിൽ വന്നത്? പറടാ. അവളെ ഉപദ്രവിക്കാൻ തക്ക നോക്കി നടക്കണല്ലേ? വിടങ്ങളെ, ഞാൻ ആരെ ഉപദ്രവിക്കാൻ വേണ്ടി നോക്കിയതല്ല. ഞാൻ ഇറങ്ങി വരുമ്പോഴേ സ്റ്റെപ്പിൽ വെള്ളം കിടക്കുന്ന കണ്ടു, അത് നോക്കുന്നതാ. ഞാൻ സത്യം പറഞ്ഞേ. എന്തിനാ അച്ഛ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? ഞാൻ നോക്കുമ്പോഴേ ഇവൻ നിന്റെ മുറിയുടെ പരിസരത്ത് കറങ്ങി നടക്കുക. പിന്നെ ഈ സ്റ്റെപ്പിൽ കിടക്കുന്ന വെള്ളത്തിൽ ആരെങ്കിലും ചവിട്ടി വീഴുമെന്ന് കരുതിയാൽ നോക്കുന്നതാ. വീണയോട് മോപ്പം കൊണ്ടുവന്ന് തുടക്കാൻ പറഞ്ഞിട്ടുണ്ട്. എടാ, ഇവൻ വെറുതെ കള്ളം പറയാ. എടാ, സ്റ്റെപ്പിൽ വെള്ളം കിടക്കുന്നതിന് ഇവളുടെ മുറിക്ക് മുന്നിൽ നിനക്കെന്താ കാര്യം? പറടാ, നീ എന്തോ കള്ളത്തരം കാണിക്കാൻ വന്നതല്ലടാ. ശരിയാക്കും. എന്താ അങ്കിളെ, അവിടെ വെള്ളം വീണിട്ടുണ്ടായിരുന്നു. ആരും ചവിട്ടി വീഴാതിരിക്കാൻ ഞാൻ നിഖിലേട്ടനെ ഇവിടെ നിർത്തിയിട്ടാ പോയേ. ഇപ്പൊ മനസ്സിലായില്ലേ സത്യം എന്താണെന്ന്? വെറുതെ ആരെങ്കിലും എവിടെങ്കിലും നിന്നാ അങ്കിൾ എന്താ കുഴപ്പം? അങ്കിളാണ് ഇതുവഴി നടന്നു പോയിരുന്നെങ്കിലേ ഇപ്പൊ ഈ വെള്ളത്തിൽ ചവിട്ടി വീണേനെ. നീ കൂടുതൽ വിളച്ചെടുത്തോണ്ടല്ലോ. ഈ അച്ഛൻ്റെ ഒരു കാര്യം. ഇത്തിരി സമയം കൊണ്ട് ജീവൻ പോയി. ഇയാൾ എന്തിനാ ഇങ്ങനെ മോളുടെ മുറിയുടെ മുമ്പിൽ കിടന്ന് കറങ്ങി കിടക്കുന്നേ? അച്ഛനാണത്ര അച്ഛൻ. എങ്ങനെയുണ്ട് ദർശന? വേദന കുറവുണ്ടോ? വേദന കുറവുണ്ടോ? നന്നായി വയ്ക്കുക. നാളെ ഒരു ദിവസം മതി ദർശനയുടെ ജീവിതം തന്നെ മാറാൻ. പരീക്ഷയ്ക്ക് മുൻപ് അവൾ ആ സത്യം അറിഞ്ഞില്ലെങ്കിൽ അവൾ പരീക്ഷ എഴുതും. എന്നാൽ അതിനു മുൻപ് അവൾ ഈ സത്യം അറിഞ്ഞാൽ പിന്നെ അവൾക്ക് എക്സാം എഴുതാൻ കഴിയില്ല. അവൾ തകർന്നു പോകും. ഇവിടെയുള്ളവരതറിഞ്ഞാൽ ദർശനയെ ഡിവോഴ്സ് ചെയ്യാൻ ചിലപ്പോൾ നിർബന്ധിച്ചേക്കാനും സാധ്യതയുണ്ട്. ഡോക്ടർ പറഞ്ഞതുപോലെ ശാന്തമായി ദർശനയെല്ലാം പറഞ്ഞു മനസ്സിലാക്കുന്നതാണ് നല്ലത്. രൂപേഷിന്റെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കണമെന്ന് മാത്രമാണ് അവൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വന്നാൽ അവളെല്ലാം ഉപേക്ഷിച്ചു പോയെന്നും വരും. ഈശ്വര, എന്താണ് ഇതിനൊരു പരിഹാരം? അവര് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം. ആ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ചെയ്താലോ? ഒന്നെങ്കിൽ IPS ലൈഫ് അല്ലെങ്കിൽ ഫാമിലി ലൈഫ്.
രണ്ടിലേത് വേണമെന്ന് തീരുമാനിക്കേണ്ടി വരും. ദർശനയുടേത് കുറച്ച് സീരിയസ് പ്രോബ്ലം ആണ്. പ്രഗ്നന്റ് ആയ ചിലപ്പോൾ ഫുൾ ബെഡ് റെസ്റ്റ് തന്നെ വേണ്ടി വന്നേക്കും. എന്നാലും ബേബി കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. മാഡത്തിന് മാത്രമേ ആ കുട്ടി ഈ കാര്യത്തിൽ സഹായിക്കാൻ പറ്റൂ. ഇനിയെല്ലാം ദൈവനിശ്ചയം പോലെ തന്നെ നടക്കട്ടെ. ഈശ്വര, എന്റെ മോളെ കാത്തോളണേ. നീ പറയുന്നതെല്ലാം സമ്മതിച്ചു തരാനേ എന്നെ കൊണ്ട് പറ്റില്ല. അവന് ഒരു തരിമ്പ് പോലും എനിക്ക് വിശ്വാസമില്ല. അവനെയാണോ അതോ എന്നെയാണോ അച്ഛന് വിശ്വാസം ഇല്ലാത്ത? അവൻ എന്റെ മുറിയുടെ മുന്നിൽ വന്നതാണല്ലോ ഇപ്പൊ പ്രശ്നമായത്. അത് ഞാൻ അറിഞ്ഞിട്ടെന്നാണോ അച്ഛൻ പറയുന്നത്? അവൻ പറഞ്ഞതാണ് സത്യം. അല്ലാതെ അച്ഛൻ വെറുതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത്. നീ എന്തിനാ അവനെ ന്യായീകരിക്കുന്നേ? ഞാൻ ആരെയും ന്യായീകരിക്കുന്നതല്ല. അവൻ എന്റെ മുറിയുടെ മുൻപിൽ വന്നു എന്ന് പറഞ്ഞാൽ തന്നെ എനിക്കത് നാണക്കേടല്ലേ? അതെന്താ അച്ഛൻ ആലോചിക്കാത്തത്?